ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ ഈ വെള്ളരിക്കയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ ഒരു 5 കിലോ ഉള്ളത് 4 കിലോ ഉള്ളതൊക്കെ കൊണ്ടുവന്ന് എണ്ണത്തിന് വിൽക്കുമായിരുന്നു. VAPCK വന്നപ്പോഴത്തെ എല്ലാം തൂക്കമായി. അപ്പോൾ അതുകൊണ്ട് കർഷകന് നല്ല വില കിട്ടുന്നുണ്ട്. VAPCK മാർക്കറ്റിംഗ് തുടങ്ങിയതുകൊണ്ട് അങ്ങനെ ഒരു നല്ല നേട്ടം ഉണ്ടായിട്ടുള്ളൂ. അവരെ ഉദ്യോഗസ്ഥരെ എപ്പോൾ നമ്മൾ വിളിച്ചാലും എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ഫീൽഡ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും ഇവിടെ എത്തും. അതുപോലെ കൃഷി ഓഫീസർമാരും എല്ലാവരും എത്തുന്നുണ്ട്. 3 പഞ്ചായത്ത്, അതായത് ചുരക്കര, തെക്കേക്കര, താഴക്കര 3 പഞ്ചായത്ത് കൂടിയാണ് അന്ന് 2003 തോന്നുന്നു ഈ VAPCKയുടെ ഒരു സ്വാശ്രയ വിപണി തഴക്കര തുടങ്ങി. അവിടെ ഇപ്പോൾ സ്വന്തമായിട്ട് കെട്ടിടമൊക്കെ ആയി. അങ്ങനെ നല്ല നല്ല രീതിയിലാണ് അവിടെ VAPCKയുടെ മാർക്കറ്റ് ചെയ്യണത്. VAPCKയുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ തുടങ്ങി കഴിയുമ്പോൾ 10-20 ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ പാങ്കാവിൽ എന്ന് പറഞ്ഞൊരു SHG ഗ്രൂപ്പാണ്. അതിലെ മാസ്റ്റർ കർഷകൻ കൂടിയാണ് ഞാൻ. ഇവിടെ ഞങ്ങളുടെ ഇതിലെ ഒരു 10-15 കർഷകരുണ്ട്. VAPCKയുടെ തഴക്കര വിപണി ബുധനും ശനിയാണ് അവിടെ മാർക്കറ്റ് ലേലമാണ്. അവിടെ മാർക്കറ്റിംഗ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ VAPCK എനിക്ക് നല്ല സപ്പോർട്ടാണ്.